ഹലോ, വെൽക്കം ടു മൈ ചാനൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെൻറ്റർ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഹലോ, ടുഡേ ഐ വിൽ ഡിസ്കസ് ഇൻട്രഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോസ് കാണാത്തവരത് കാണാം. സിലബസ് ഓറിയൻറ്റഡ് ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള ടോപ്പിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അപ്പോൾ ഇതിൽ ആക്ച്വലി സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് മെഷീൻ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ കമ്പൈലർ, അസംബ്ലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഈ കോൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുതരാം. അപ്പോൾ ഇന്ന് തിയറി ഓറിയൻറ്റഡ് ആയിട്ട് ഇതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മെഷീൻ ലാംഗ്വേജ് എന്ന് തുടങ്ങുകയാണ് കേട്ടോ. മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ മെഷീൻ ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പറയുന്ന വേറൊരു പേരാണ് ലോ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും. മെഷീൻ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സീറോസും വൺസിൻ്റെയും മാത്രമേ കളിയുള്ളൂ. ഓൺലി ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. ഓക്കെ, അപ്പോൾ ഈ സീറോസും വൺസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ വെറുതെ ഒരു സിമ്പിളായിട്ട് ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എനിക്ക് 2 നമ്പർ ആഡ് ചെയ്യണം എന്നിരിക്കട്ടെ. 3 2 കൂടെ ആഡ് ചെയ്യണം, 5 ആണ് ആൻസർ കിട്ടുക. പക്ഷേ ഈ 3 2 കൂടെ ആഡ് ചെയ്യണം എന്ന് നമ്മൾ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണം. കമ്പ്യൂട്ടറിനോട് എന്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറയണം. അതായത് 3 2 എന്നുള്ള ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. അതുപോലെ പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ അഡീഷൻ ആണെന്നും പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കൊരു സിംപ്ലി അഡീഷൻ മാത്രമല്ല, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്. അപ്പോൾ ഈ എല്ലാ സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷനിലാവുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ അഡീഷന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ 0 1 0 0 എന്ന് പറഞ്ഞൊരു കോഡാണ് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇതുപോലെ വേറൊരു കോഡായിരിക്കും, സബ്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഇതുപോലെ വേറൊരു കോഡായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് പല രജിസ്റ്റേഴ്സും ഉണ്ട്. ഒരു രജിസ്റ്ററിൽ നിന്ന് വേറൊരു രജിസ്റ്ററിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കോഡായിരിക്കും. അപ്പോൾ ഈ ഓരോ ഓപ്പറേഷനും സീറോസ് ആൻഡ് വൺസിൻ്റെ പല പല കോഡുകൾ. അപ്പോൾ ഇതൊക്കെ മെമ്മറൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് ഡിഫിക്കൽട്ട് അല്ലേ. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെഷീൻ ലെവൽ ലാംഗ്വേജിൽ നിന്നുകൊണ്ട് പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടീഡിയസ്. ഓക്കെ, കാരണം ഇതെല്ലാം കൂടെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത്രയും ഒരു കമ്പ്യൂട്ടർ, ഒരു പ്രോസസ്സർ, ഒരു കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ, ഒരു പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കിടെക്ചറിൽ ഉള്ള നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ആക്ച്വലി മോർ. അപ്പോൾ നമുക്ക് അത്രയും ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അടുത്ത ലെവൽ ലാംഗ്വേജ് വന്നത്. അതാണ് അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ മെഷീൻ ലെവൽ ലാംഗ്വേജിൽ സീറോസിൻ്റെയും വൺസിൻ്റെയും മാത്രമേ കളികളുള്ളൂ. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് വന്നപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഡിഫിക്കൽറ്റി വന്നപ്പോൾ പിന്നെ നമ്മൾ ചിന്തിച്ചു എന്തുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് റീഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലാംഗ്വേജ് ഉണ്ടാക്കിക്കൂടാണ്. അപ്പോഴാണ് അസംബ്ലി ലാംഗ്വേജ് വന്നത്. അത് ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറേ ന്യൂമോണിക്സ് ആണ്. ന്യൂമോണിക്സ് എന്ന് പറയും. ഈ ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നുമല്ല, ഇത് കുറേ കോഡുകളാണ്, കോഡ്സ്. അപ്പോൾ ഈ ന്യൂമോണിക് കോഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡീഷനാണ് എനിക്ക് പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷനെങ്കിൽ ഞാൻ ആഡ് എന്ന് പറഞ്ഞൊരു കോഡ് യൂസ് ചെയ്യും. സബ്സ്ട്രാക്ഷനാണ് എനിക്ക് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ സബ് എന്ന് പറഞ്ഞിട്ടൊരു കോഡ് യൂസ് ചെയ്യും. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മള്ളെന്ന് പറഞ്ഞിട്ടൊരു കോഡ് യൂസ് ചെയ്യും. ഇതുപോലെ ഓരോ ഓപ്പറേഷന് വേണ്ടി, അല്ല രജിസ്റ്ററിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ മൂവ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ യൂസ് ചെയ്യും, ഒരു കോഡ് യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എല്ലാ ഓപ്പറേഷനും വേണ്ടിയിട്ട് ഓരോരോ കോഡ് വന്നു. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, നമുക്ക് ഒരു സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷൻ ഓർത്ത് വെക്കുന്നതിനും വളരെ എളുപ്പത്തിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന റീഡബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇത് അല്ലേ. അപ്പോൾ ഇതാണ് അസംബ്ലി ലാംഗ്വേജ്. ഇനി അപ്പോൾ ഇതിനും ഉള്ള പ്രശ്നം എന്താ, ഇതിങ്ങനത്തെ നമ്മൾ ഇതുപോലെ കോഡുകൾ വെക്കും. ഈ ഓരോ കോഡിനും ഈ ഓപ്പറൻസ് കൊടുക്കുന്ന രീതിക്കും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച്
വേണം പ്രോഗ്രാമിംഗ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എളുപ്പമുള്ള, അതായത് നമുക്കൊരു നോർമലി ഒരു ഇംഗ്ലീഷ് ലെവൽ ടൈപ്പിൽ തന്നെ നമുക്കൊരു ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടോ നമ്മൾ പിന്നെ ആലോചിച്ചു. അങ്ങനെ വന്ന സംഭവമാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ C++, ജാവ, അതുപോലെ ഇപ്പം നമുക്ക് പൈത്തൺ, ഇതുപോലെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ സം ഓഫ് ദി എക്സാമ്പിൾസ്. അപ്പോൾ ഇതൊക്കെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഈ C എന്ന് പറഞ്ഞാൽ നമ്മൾ മിഡിൽ ലെവൽ ലാംഗ്വേജ് എന്നും ചില രീതിയിൽ പറയാറുണ്ട് കേട്ടോ. ഇൻ ബിറ്റ്വീൻ അസംബ്ലി ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതായത് പക്ഷേ നമ്മൾ നോർമലി പറയുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് തന്നെ പറയും. അപ്പോൾ ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഇതിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ എങ്ങനെയാണോ നമ്മളൊരു ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യേണ്ടത് അത് ആ സീക്വൻസിൽ നമ്മളങ്ങ് പറഞ്ഞു കൊടുക്കുക ചെയ്യാം. അതായത് ആ ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് നമ്മളങ്ങ് എഴുതും. കുറേ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മളങ്ങ് എഴുതും. അത് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ടോപ്പിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുന്ന സ്റ്റൈൽ എന്താണെന്നുള്ളത് ഞാൻ ആ ടോപ്പിക്കിൽ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത്രയും പേർക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ ടൈപ്പ് ഓഫ് ലാംഗ്വേജസിൽ പറയാം. അപ്പോൾ ആദ്യം മെഷീൻ ലെവൽ ലാംഗ്വേജ് വന്നു, പിന്നെ അസംബ്ലി ലാംഗ്വേജ് വന്നു, പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് വന്നു. ഇനി അടുത്ത ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഇനി എന്താണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്റ്റോർഡ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോഗ്രാം. അപ്പോൾ സ്റ്റോർഡ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു കളക്ഷൻ, അതാണ് പ്രോഗ്രാം. ഇനി എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി വി ആർ സ്പെസിഫൈയിങ്, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ സ്പെസിഫൈയിങ് വാട്ട് ആർ ദ ടാസ്ക് ടു ഡു. അതായത് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറയും എന്താണ് ടാസ്ക്, എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ടാസ്ക് ഇൻസ്ട്രക്ഷൻ, അങ്ങനെയുള്ള കുറേ ഇൻസ്ട്രക്ഷൻസിൻ്റെ സീക്വൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെയുള്ള കുറേ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ്വെയർ രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അപ്പോൾ ഇത് രണ്ടും എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ചുരുക്കി പറയാം എന്താണെന്നുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോസ് ഉണ്ട് കേട്ടോ. ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമാനും, അതായത് നമ്മളും കമ്പ്യൂട്ടറും തമ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തമ്മിലൊരു ഇൻ്റർഫേസ് വേണം. ആ ഇൻ്റർഫേസിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. അതായത് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിൽ ബിൽറ്റിനായിട്ട് കുറേ സോഫ്റ്റ്വെയർസ് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. പക്ഷേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. അപ്പോൾ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS എന്ന് പറയും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ കമ്പൈലർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. അസംബ്ലർ ഇതും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ലിങ്കർ, ലോഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ OS ആണ് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് OS എന്താണെന്നും കൂടെ പറഞ്ഞു പോകാം.
അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിലൊരു പ്രധാന എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സിമ്പിൾ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ ആൻഡ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ഒരു മനുഷ്യനും കമ്പ്യൂട്ടർ സിസ്റ്റവും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസിങ്, അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പല പല ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇനീഷ്യലി നമ്മളൊരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ബൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ബൂട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ആദ്യം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാം, ബൂട്ടിംഗ് എന്ന് പറയാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് മെമ്മറി, അതായത് റാമിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സ് കേട്ടോ. മെമ്മറി തന്നെ രണ്ട് രീതിയിലുണ്ട്, ഒന്ന് റോമും ഒന്ന് റാമും. റോം എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മെമ്മറിയും, അതായത് പവർ ഓഫ് ആയാലും ഡേറ്റ പോവാത്ത മെമ്മറിയാണ് റോം. റാം എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ആയാൽ ഉള്ള ഡേറ്റയൊക്കെ പോകും, അതാണ് റാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ മെമ്മറിയിലേക്ക്, അതായത് ഈ റാൻഡം ആക്സസ് മെമ്മറിയിലാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ പ്രോഗ്രാമിനെയൊക്കെ കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന മെമ്മറി റാമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റൺ ആവണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ലോഡിങ് സമയത്ത് എന്ത് ചെയ്യും, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റാമിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ, അപ്പോൾ നമ്മുടെ റാം ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്നും വോയിസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തേക്കുമായിരിക്കും. അവിടെ എന്നും വോയിസ് കാണും, ബാക്കിയുള്ള ഇത്രയും സ്പേസാണ് നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ്. ഓക്കെ. അപ്പോൾ ഈ വോയിസ് ആണ് നമുക്ക് ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൽ നമ്മൾ ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു ഡെസ്ക്ടോപ്പ് കാണുന്നുണ്ട്, അതിനകത്ത് കുറേ ഐക്കൺസ് കാണുന്നുണ്ട്, ഫയൽസ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ആക്സസിങ് ഒക്കെ നമുക്ക് പറ്റുന്നത്. ഒരു GUI പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IO മാനേജ്മെൻ്റ് ആണ്. IO മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ I എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും O എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടും. I ഇൻപുട്ട്, O ഔട്ട്പുട്ട്. ആ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന ഡ്യൂട്ടി. അപ്പോൾ ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇൻപുട്ട് ഡിവൈസസും ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ട്. IO ഡിവൈസസിൽ ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കീബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ കൊടുക്കുന്നത് കീബോർഡിൽ കൂടെയാണ് അല്ലേ. അപ്പോൾ കീബോർഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസാണ്. അതുപോലെ മൗസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അതേസമയം നമ്മൾ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്തിൽ കൂടെയാണ്, ഔട്ട്പുട്ട് ഡിവൈസസിൽ കൂടെയാണ്. അപ്പോൾ മോണിറ്റർ, നമ്മുടെ സിസ്റ്റത്തിന് മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അതുപോലെ പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കുറേ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഒക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻപുട്ട് ഡിവൈസസിനെയും ഔട്ട്പുട്ട് ഡിവൈസസിനെയും കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക, അതിൽ വരുന്ന എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന ഡ്യൂട്ടി. IO മാനേജ്മെൻറ്റാണ് ഒരു പ്രധാന ഡ്യൂട്ടി. പിന്നെ ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയും. മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ മെമ്മറിയെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. അതായത് നമ്മുടെ കയ്യിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഷെൽഫുണ്ട്, ആ ഷെൽഫിനകത്ത് നമുക്ക് ഒരുപാട് നന്നായിട്ട് നമ്മൾ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ആ ഷെൽഫ് കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ വാരി വലിച്ച് ഷെൽഫിനകത്ത് ഇടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ലിമിറ്റഡ് സാധനങ്ങളാണ് ചിലപ്പോൾ നമുക്ക് ആ ഷെൽഫിനകത്തേക്ക് കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറേജ് സ്പേസാണ്. ഈ സ്റ്റോറേജ് സ്പേസിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ മെമ്മറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രീതിയിൽ മെമ്മറിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രൈമറി മെമ്മറിയും ഒന്ന് സെക്കൻഡറി മെമ്മറിയും കേട്ടോ. അപ്പോൾ പ്രൈമറി മെമ്മറിയിലുള്ള രണ്ട് ക്ലാസിഫിക്കേഷനാണ്, ഒന്ന് റാമും ഒന്ന് റോമും ഒന്ന് റാമും. പിന്നെ സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് മെമ്മറി, അതായത് നമ്മുടെ ഡിസ്ക് അതുപോലെ USB എന്നൊക്കെ പറയുന്നത് നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആണ്. അപ്പോൾ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നത് റാമും റോമും ആണ്. റോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡ് ഒൺലി മെമ്മറിയും, അതുപോലെ റാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാൻഡം
ആക്സസ് മെമ്മറി. അപ്പോൾ ഇതിൽ റീഡ് ഒൺലി മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളറ്റൈൽ, അതായത് നോൺ വോളറ്റൈലും വോളറ്റൈൽ മെമ്മറി ഉണ്ട്. നോൺ വോളറ്റൈൽ മെമ്മറിയാണ് റോം. റാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് വോളറ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ ദ പവർ സ്വിച്ച് ഓഫ് ഡേറ്റ എന്ത് ചെയ്യും, ഡേറ്റയും ലോസ് ആവും. വെൻ ദ പവർ സ്വിച്ച് ഓഫ് ഡേറ്റ വിൽ ബി ലോസ്. ഓക്കെ, പവർ സ്വിച്ച് ഓഫ് ആയാൽ ഡേറ്റ ഇതിൽ നിന്ന് പോകും. പക്ഷേ ഇവിടെ ഡേറ്റ റീടൈൻസ്, ഡേറ്റ വീണ്ടും നിലനിൽക്കും ഈവൻ ദ പവർ ഫെയിലർ ഒക്കേഴ്സ്. ഈവൻ ദ പവർ ഫെയിലർ ഒക്കേഴ്സ്, ഡേറ്റ വിൽ റീടൈൻ ഇൻ ദ കേസ് ഓഫ് നോൺ വോളറ്റൈൽ മെമ്മറി. അതായത് റീഡ് ഒൺലി മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പവർ പോയിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഡേറ്റ അവിടെ തന്നെ നിന്നോളും. ഓക്കെ, പക്ഷേ റാൻഡം ആക്സസ് മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. വെൻ ദ പവർ സ്വിച്ച് ഓഫ് ദ ഡേറ്റ വിൽ ബി ലോസ്. ഓക്കെ, അപ്പോൾ ഇതാണ് റോമും റാമും. ഇനി റോമിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. പ്രോം എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇ പ്രോം എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇ പ്രോം എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിന് ജനറൽ ഒന്ന് സോ പ്രോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇ പ്രോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയും അതുപോലെ ആ ഡേറ്റ ഇറേസ് ചെയ്തിട്ട് പിന്നെ എഴുതാൻ പറ്റുമോ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത് കേട്ടോ. പ്രോമും ഇ പ്രോമും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ ക്ലാസിഫിക്കേഷൻസ് ജസ്റ്റ് ഓർത്തിരിക്കാം. അപ്പോൾ ഇതാണ് മെമ്മറിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ മെമ്മറീനെ കറക്റ്റായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഈ റാമിനെ എങ്ങനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഗ്രാംസ് ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നത് ഈ റാമിനകത്താണ്. അപ്പോൾ ആ റാമിനകത്ത് വരുന്ന ഡേറ്റ എഫക്റ്റീവായിട്ട് റാമിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറീനെ പല പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് വേരിയബിൾ സൈസാണ്. ഫിക്സ്ഡ് സൈസ് പാർട്ടീഷനുണ്ട്, വേരിയബിൾ സൈസ് പാർട്ടീഷനുണ്ട്. സാധാരണയായിട്ട് വേരിയബിൾ സൈസ് പാർട്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ വേരിയബിൾ സൈസ് പാർട്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ 100K സൈസുള്ളൊരു ബ്ലോക്കായിരിക്കും. ഇത് 500K സൈസുള്ളൊരു ബ്ലോക്കാണെന്ന് വെച്ചോ. ഇത് 1000K ഉള്ളൊരു ബ്ലോക്ക്, ഇത് 200K ഉള്ളൊരു ബ്ലോക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് 150K ഉള്ള ഒരു പ്രോഗ്രാം, ഒരു ആപ്ലിക്കേഷൻ വന്നു എന്ന് വിചാരിക്കുക. 150K സ്പേസ് വേണ്ട ഒരു ആപ്ലിക്കേഷൻ വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് 100-നകത്ത് ഇടാൻ പറ്റില്ല അല്ലേ. പിന്നെ ഇത് ഇടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 200-ലും ഇടാം, 500-ലും ഇടാം, 1000-ലും ഇടാം. അപ്പോൾ ഈ 150 എവിടെ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഈ 150 കൊണ്ട് 200-ൽ ഇടുന്ന. കാരണം 150 കൊണ്ട് 200-ൽ ഇട്ടാലോ ഒരു 50Kയുടെ വേസ്റ്റേജ് ആണ് ഇവിടെ വരുള്ളൂ. അതേസമയം 1000-ൽ ഇട്ടാലോ 800K വേസ്റ്റ് ആവും. 500-ൽ ഇട്ടാലോ 300K വേസ്റ്റ് ആവും അല്ലേ. 300 അല്ല 350K വേസ്റ്റ് ആവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊരു ബെസ്റ്റ് ഫിറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രാറ്റജിയാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുക. ബെസ്റ്റായിട്ട് ഫിറ്റ് ആവുന്ന ഏത് ബ്ലോക്കിലാണോ ആ ബ്ലോക്കിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെമ്മറി മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു മെക്കാനിസം മാത്രമാണ് കേട്ടോ. ഇതുപോലെ പല നെക്സ്റ്റ് ഫിറ്റ്, ഫസ്റ്റ് ഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല മെക്കാനിസം ഉണ്ട്. അതിലൊരു മെക്കാനിസമാണ് ഇത്. ഇത് മെമ്മറി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ മെമ്മറി മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർച്വൽ മെമ്മറിയും അതുപോലെ സെഗ്മെൻറ്റേഷനുമാണ്. വെർച്വൽ മെമ്മറി സെഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 8GB 16GB 32GB റാമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഇപ്പോൾ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു 2GB റാമുള്ള സിസ്റ്റമാണെന്ന് വിചാരിക്കുക. പക്ഷേ എൻ്റെ കയ്യിലുള്ളൊരു 3GB ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം.
അപ്പോൾ ഇതിന് ഒറ്റയടിക്ക് എന്താണെങ്കിലും ഈ മെമ്മറിയിൽ കൊണ്ടുപോയിട്ട് റൺ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എൻ്റെ കയ്യിലുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൺ ചെയ്യാൻ പറ്റുന്ന മെമ്മറിയിലും കൂടുതലാണ്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ആദ്യ കാലത്തൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഈ 3GB ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ പല ബ്ലോക്കുകളായിട്ട് ആദ്യം തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അത് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ മോഡ്യൂള്, ഈ ഓരോ മോഡ്യൂളിനും ഒരു ഓവർലേ എന്നാണ് പറയുക കേട്ടോ, ഓവർലേ. ഓരോരോ ഓവർലേസ് അല്ലെങ്കിൽ ഓരോരോ മോഡ്യൂൾസിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് റൺ ചെയ്യും. എന്നിട്ട് ഈ കിട്ടിയ ഔട്ട്പുട്ടൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വന്നിരുന്ന ഡിഫിക്കൽട്ടി എന്താണെന്നറിയോ, ഈ ഓരോരോ മോഡ്യൂൾസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇത് പ്രോഗ്രാമറിൻ്റെ ഡ്യൂട്ടിയാണ്. ഓരോ മോഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ ഓരോ മോഡ്യൂളിൽ നിന്നും ഓരോ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ടിനെയൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു റിസൾട്ട്, ഒരു ഔട്ട്പുട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും സെപ്പറേറ്റ് ആയിട്ടൊരു പ്രോഗ്രാം എഴുതണം. ഇതൊക്കെ പ്രോഗ്രാമറിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. സോ ഇറ്റ് ഈസ് വെരി tedious ഫോർ ദ പ്രോഗ്രാമർ ടു റൈറ്റ് ഓൾ ഓഫ് ദീസ് തിങ്സ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ഇതിനെക്കാട്ടി വലിയൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം റൺ ചെയ്യണം. അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ വന്ന കോൺസെപ്റ്റാണ് വെർച്വൽ മെമ്മറി. വെർച്വൽ മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് എ വെർച്വൽ കോൺസെപ്റ്റ്. അങ്ങനെ പറഞ്ഞിട്ടൊരു മെമ്മറി ശരിക്കുമില്ല. ഈ വെർച്വൽ മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് മൂവ്സ് ദ പ്രോഗ്രാം ഫ്രം ദ ഡിസ്ക് ടു ദ മെയിൻ മെമ്മറി. അതായത് ഈ നമ്മുടെ കയ്യിലുള്ള പ്രോഗ്രാമൊക്കെ ആദ്യം എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ആവശ്യം അനുസരിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും, മെമ്മറിയിൽ കൊണ്ടുവരും. മെമ്മറിയിൽ കൊണ്ടുവന്നിട്ട് റൺ ചെയ്യും. എന്നിട്ട് ആ പോർഷൻ തിരിച്ച് എങ്ങോട്ട് വെക്കും, സെക്കൻഡറി സ്റ്റോറേജ് കൊണ്ടുപോയി വെക്കും. അടുത്ത സാധനം കൊണ്ടുവരും, റൺ ചെയ്യും. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി മെമ്മറിയിൽ നിന്ന് സെക്കൻഡറി സ്റ്റോറേജിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്വാപ്പിംഗ് കേട്ടോ. അതായത് ഒരു പ്രോഗ്രാം ബ്ലോക്കിനെ സെക്കൻഡറി മെമ്മറി കൊണ്ടുവന്നിട്ട് വീണ്ടും മെയിൻ മെമ്മറിയിലേക്ക് അടുത്ത ബ്ലോക്കിന് മെയിൻ മെമ്മറി കൊണ്ടുവരിക. ഇങ്ങനെ വരുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയും. അപ്പോൾ ഈ സ്വാപ്പിംഗ് ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത ഈ ഡിവിഷനും അതുപോലെയുള്ള കമ്പൈനിങ് ഒക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ആര് ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യും. ഇതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. വെർച്വൽ മെമ്മറി ആക്ച്വലി ഇറ്റ് മൂവ്സ് ദ പ്രോഗ്രാം ബ്ലോക്സ് ഫ്രം ദ സെക്കൻഡറി മെമ്മറി ടു ദ മെയിൻ മെമ്മറി വെൻ ദ നീഡ് അറൈസസ്. ഓക്കെ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇതിനുള്ളൊരു ആംബിയൻസ് ഇത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ വെർച്വൽ മെമ്മറിയിൽ വരുന്ന പിന്നെ വെർച്വൽ മെമ്മറി പറയുമ്പോൾ ഇത്ര അല്ല കേട്ടോ, ഇതിനകത്ത് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സിലബസ് കണ്ടിട്ട് ഇങ്ങനെ ഒരു ബേസ് മതി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. പിന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ മെമ്മറിയുടെ കേസിലുണ്ടല്ലോ, ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവാം. ഫ്രാഗ്മെൻറ്റേഷൻ ഈ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മളൊരു ബ്ലോക്കായിട്ട് ഇങ്ങനെ ബ്ലോക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു 150K വന്നാൽ ഇവിടെ 150K വെച്ചിട്ട് ഒരു റിമൈനിങ് 50K ഇവിടെ വേസ്റ്റ് ആവില്ലേ. ഓക്കെ, അതൊരു ഫ്രാഗ്മെൻറ്റേഷൻ പ്രോബ്ലമാണ്. അതായത് ഈ 50K പിന്നെ എനിക്കൊന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ബ്ലോക്കിനകത്ത് നോക്കുമ്പോൾ ഇതൊരു ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനാണ്. അതുപോലെ ഞാൻ ചിലപ്പോൾ ഒരു 800K വരുമ്പോൾ ആയിരിക്കും ഈ 1000ൽ സ്റ്റോർ ചെയ്യണത്. അപ്പോൾ വീണ്ടും അവിടെ ഒരു 200K ഇതുപോലെ വേസ്റ്റായി. അപ്പോൾ ഈ ബ്ലോക്കിനകത്ത് ഇതും ഒരു ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനാണ്. അപ്പോൾ ഇങ്ങനെ പല ബ്ലോക്കിൽ ഇങ്ങനത്തെ ഫ്രാഗ്മെൻറ്റഡ് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രാഗ്മെൻറ്റേഴ്സ് എല്ലാം കൂടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഇതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് പറയാം. എക്സ്റ്റേണലായിട്ടൊരു ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രാഗ്മെൻറ്റേഷനെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കോമ്പാക്ഷൻ എന്ന് പറയും. കോമ്പാക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ സെപ്പറേറ്റ് വരുന്ന മെമ്മറിയൊക്കെ ഉണ്ടല്ലോ, ഈ വേസ്റ്റായ മെമ്മറികളൊക്കെ കൂടെ ലിഫ്റ്റ് ചെയ്ത് ഒരു സൈഡിലേക്കാക്കും, ഒരു പ്രോഗ്രാം ബ്ലോക്കിൻ്റെ ഒരു സൈഡിലേക്കാക്കും. അതിനെയാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്രാഗ്മെൻറ്റേഷൻ കോമ്പാക്ഷൻ എന്ന് പറയുന്നതൊക്കെ ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഈ വെർച്വൽ മെമ്മറിയിൽ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെർച്വൽ മെമ്മറിയിൽ നമ്മൾ ഓരോ പ്രോഗ്രാമിനെ ഫിക്സഡ് സൈസ് ബ്ലോക്സ് ആയിട്ട്, മെമ്മറിയെ ഒരു ഫിക്സഡ് സൈസ് ബ്ലോക്കായിട്ട് നമ്മൾ
ഡിവൈഡ് ചെയ്യും. അതായത് ഇവിടെ നമുക്ക് വേരിയബിൾ സൈസ് പാർട്ടീഷൻ ആയിരുന്നില്ലേ, പക്ഷേ വെർച്വൽ മെമ്മറിയുടെ കേസിൽ അങ്ങനെയല്ല, എല്ലാം സെയിം സൈസാണ്. ഇപ്പോൾ 2K ഉള്ള സൈസായിട്ട് ഞാൻ ഓരോ ബ്ലോക്കിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ബ്ലോക്കിൻ്റെയും സൈസ് 2K ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഫ്രാഗ്മെൻറ്റേഷൻസ് നമുക്ക് വരാൻ പറ്റുന്നത് ആക്ച്വലി ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ചിലപ്പോൾ വരാം. കാരണം ഇതിനകത്തുള്ള എന്തെങ്കിലും ഒരു ഫ്രാഗ്മെൻറ്റേഷൻ അല്ലാണ്ട് ഒരു ഫ്രാഗ്മെൻറ്റേഷനുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ മെമ്മറിയിൽ. അപ്പോൾ ഈ രണ്ടാമത്തെ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്. ഇനി അതുപോലെ ഉള്ള വേറൊരു ഫംഗ്ഷനാണ് പ്രോസസ്സ് മാനേജ്മെൻറ്റ്. പ്രോസസ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വരുന്ന പ്രോസസ്സുകളെ, അതായത് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു പ്രോഗ്രാം ഇൻ എക്സിക്യൂഷനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുക. പ്രോസസ്സ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുക. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്ത് ശരിക്കും പ്രോസസ്സർ റൺ ചെയ്യാൻ സമയത്ത് പ്രോസസ്സറിന് ഒരേ സമയം ഒരാളെയല്ലേ റൺ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് ചിലപ്പോൾ റെഡി ആയിരിക്കും, റൺ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ക്യൂവിൽ നിൽക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആരെ ആദ്യം സെലക്ട് ചെയ്യണം, ഏത് ഓർഡറിൽ സെലക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യുന്ന ആൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല പല മെത്തേഡുകളുണ്ട് കേട്ടോ. ഒന്ന് FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അതാണ് FCFS. ഒന്ന് SJF, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. പിന്നെയുള്ളത് റൗണ്ട് റോബിൻ, RR, റൗണ്ട് റോബിൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് ടെക്നിക്സ് ഉണ്ട്. ഇത് പ്രോസസ് ഷെഡ്യൂളിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയുക കേട്ടോ. അപ്പോൾ ഈ പ്രോസസ് ഷെഡ്യൂളിംഗ് ചെയ്യുന്ന ആളും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഷെഡ്യൂളിംഗ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് പ്രിയംറ്റീവ് ഷെഡ്യൂളിങ്ങും ഒന്ന് നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിങ്ങും. പ്രിയംറ്റീവും നോൺ പ്രിയംറ്റീവും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, അപ്പം ഞാനൊരു റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു പ്രോസസ്സാണെന്ന് വിചാരിക്കുക. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പെന്നുണ്ട്, പെൻസിലും ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ പെന്നും പെൻസിലും പേപ്പറും ഉണ്ട്. ഇത് മൂന്നും എൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് ആണ്. പെന്നുണ്ട്, പെൻസിലുണ്ട്, പേപ്പറുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഒരാൾ വേറൊരു പ്രോസസ്സാണെന്ന് വിചാരിക്കാം, നിങ്ങൾക്കൊരാൾക്ക് പെൻ വേണം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പോൾ തൽക്കാലം ഞാൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് പെന്നും പെൻസിലും പേപ്പറും ഒക്കെ. അപ്പോൾ തൽക്കാലം എന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് പെൻ നിങ്ങളിൽ ഒരാൾക്ക് തരുന്നു. അതെന്ന് വെച്ചാൽ പ്രിയംറ്റീവാണ്. അതായത് എന്നെ അവിടെ സ്റ്റോപ്പ്, എൻ്റെ ഫുള്ളായിട്ട് എൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ഒരാൾക്ക് ഒരു പേന തരുന്നു. അത് പ്രിയംറ്റീവാണ്. നോൺ പ്രിയംറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എൻ്റെ വർക്ക് തീരുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. എനിക്ക് പെന്നും പെൻസിലും പേപ്പറിൻ്റെ ആവശ്യം എപ്പോഴാണോ തീരുന്നത്, തീർന്നു കഴിഞ്ഞ വർക്ക് ചെയ്ത് തീരുമ്പോൾ അടുത്തയാൾക്ക് കൊടുത്തു. അതാണ് നോൺ പ്രിയംറ്റീവ് കേട്ടോ. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ പ്രിയംറ്റീവ് ഷെഡ്യൂളിങ്ങിന് എക്സാമ്പിളാണ് FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യൂവിൽ ആദ്യം ആരാണോ റെഡി ക്യൂവിൽ വന്നയാൾ, അയാളെ ആദ്യം പ്രോസസ്സർ പ്രോസസ്സ് ചെയ്യും. ഇപ്പം Aയും Bയും Cയും Dയും ഉണ്ട്. ഈ ഓർഡറിലാണ് ഇവർ വന്നതെങ്കിൽ Aയെ ആദ്യം പ്രോസസ്സ് ചെയ്യും, പിന്നെ Bയെ പ്രോസസ്സ് ചെയ്യും, C പ്രോസസ്സ് ചെയ്യും, D പ്രോസസ്സ് ചെയ്യും. അത് എത്ര വലിയ പ്രോസസ്സാണെങ്കിലും ബോധറിയില്ല, അവരുടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് അടുത്തയാൾക്ക് കൊടുക്കുകയുള്ളൂ. പക്ഷേ SJF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഇതും ഒരു പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് തന്നെയാണ്. FCFS പ്രിയംറ്റീവ് അല്ല കേട്ടോ. FCFS എന്ന് വെച്ചാൽ നോൺ പ്രിയംറ്റീവാണ്. അതായത് അയാളെ ഒരിക്കലും നമ്മൾ പ്രിയംറ്റ് ചെയ്യിപ്പിക്കില്ല കേട്ടോ. സോറി കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോൾ. FCFS നോൺ പ്രിയംറ്റീവ് ആണ് കേട്ടോ. അതായത് ഒരിക്കലും അയാളുടെ വർക്ക് തീരാതെ അടുത്തയാൾക്ക് കൊടുക്കില്ല. അപ്പോൾ SJF എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഇപ്പം Aക്ക് വർക്ക് ചെയ്യാൻ 6 സെക്കൻഡ് വേണമെന്ന് വെച്ചോ, Bക്ക് 2 സെക്കൻഡ് മതി, Cക്ക് 1 സെക്കൻഡ് മതി, Dക്ക് 3 സെക്കൻഡ് വേണം. അപ്പോൾ ഇതിന് ഇവർ 4 പേരും ക്യൂവിൽ വന്നാൽ ആദ്യം ആർക്ക് ചാൻസ് കൊടുക്കും? Cക്ക് ചാൻസ് കൊടുക്കും, പിന്നെ Bക്ക് ചാൻസ് കൊടുക്കും, പിന്നെ Dക്ക് ചാൻസ് കൊടുക്കും, പിന്നെ Aക്ക് ചാൻസ് കൊടുക്കും. അതായത് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് തീർത്ത് വിടും. അതാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. അപ്പോൾ ഇങ്ങനെ തീർത്ത് വിടുമ്പോഴും ഇവരെ കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് വിടത്തുള്ളൂ, പ്രിയംറ്റ് ചെയ്യത്തില്ല. ഓക്കെ. പക്ഷേ റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞാൽ അതല്ല കേസ്. റൗണ്ട് റോബിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവരെ പ്രിയംറ്റ് ചെയ്യിപ്പിക്കും. അതായത് ഇവിടെ ഞാനൊരു ടൈം ക്വാണ്ടം സെറ്റ് ചെയ്യും. ഈ ടൈം ക്വാണ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 സെക്കൻഡാണെന്ന് വിചാരിച്ചോ. അപ്പോൾ Aയുടെ കാലാവധി 6 സെക്കൻഡാണ്. അപ്പോൾ A 6 സെക്കൻഡ് ആണെങ്കിലും Aയെ ഞാൻ 6 സെക്കൻഡൊന്നും കൊടുക്കില്ല. 2 സെക്കൻഡ് കഴിയുമ്പോൾ Aയെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. Aയോട് പറയും പതുക്കെ അവിടെ നിന്നോ, ഇനി ക്യൂവിൽ നിന്നോ, അടുത്തയാളെ സെർവ് ചെയ്യട്ടെ എന്ന് പറയും. എന്നിട്ട് Bയെ സെർവ് ചെയ്യും.
അപ്പോൾ ബിക്ക് 2 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് അപ്പോൾ 4 സെക്കൻഡായി രണ്ടും കൂടെ അല്ലേ. അപ്പോൾ ബി അടുത്ത 2 സെക്കൻഡ് കൊണ്ട് ബി തീർന്നു. ബി 2 സെക്കൻഡ് ആയിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ കേട്ടോ. അടുത്ത സി വന്നു, അടുത്ത 1 സെക്കൻഡ് സിയെ പ്രോസസ്സ് ചെയ്തു. അടുത്ത ഡി വന്നു, ഡിക്ക് 3 സെക്കൻഡ് വേണം, പക്ഷേ ടൈം കോണ് 2 സെക്കൻഡ് ആയതുകൊണ്ട് 2 സെക്കൻഡേ കൊടുക്കുകയുള്ളൂ. ഈ 7 കഴിഞ്ഞാൽ അടുത്ത ക്യൂവിൽ നിൽക്കുന്ന ആൾ വീണ്ടും എ നിൽക്കുവാണ് അല്ലേ. എക്ക് ഇനി എത്ര സെക്കൻഡ് കൂടെ വേണം? 4 സെക്കൻഡ് കൂടെ വേണം. അടുത്ത എക്ക് 2 സെക്കൻഡ് കൊടുക്കും. പിന്നെ ഡി ഉണ്ട്, ബിയും സിയും കഴിഞ്ഞതാണ്, ഡി ഉണ്ട്. ഡിക്ക് എത്ര സെക്കൻഡ് കൊടുക്കും? അടുത്ത 1 സെക്കൻഡ് കൂടെ ഡിക്ക് മതി. പിന്നെ ആർക്ക് കൊടുക്കും? എക്ക് കൊടുക്കും. ഇങ്ങനെ 2 സെക്കൻഡ് കഴിയുമ്പോൾ സ്വിച്ച് ഓവർ നടക്കും. അപ്പോൾ അവരെ പ്രീഎംപ്റ്റ് ചെയ്തിട്ടാണ്, അപ്പോൾ അതൊക്കെ തൽക്കാലം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അടുത്തയാൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് അതൊരു പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഷെഡ്യൂളിംഗ് മെക്കാനിസം ഒക്കെ നടത്തുന്ന ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. പിന്നെയുള്ള ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഫയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമ്മളിപ്പോൾ ഫോൾഡറാക്കി വെക്കാറുണ്ട്. ഫോൾഡറിനകത്ത് പിന്നെ അതിനകത്തൊരു വേർഡ് ഫയൽ ഇങ്ങനെയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സംവിധാനങ്ങൾ, ഡയറക്ടറി സ്ട്രക്ചർ, ഇതൊക്കെ ചെയ്യുന്ന ആൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി, ഈ ഫയലിൻ്റെയൊക്കെ സെക്യൂരിറ്റി. ഇപ്പോൾ നമുക്കൊരു ഡോക്യുമെൻറ്റ് ഫയലൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർഡൊക്കെ ആണെങ്കിലും അത് ഹിഡനാക്കി വെക്കാനും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീ ഇട്ട് ലോക്ക് ചെയ്യാനും ഒക്കെ ഉള്ള പ്രൊവിഷനില്ലേ. അപ്പോൾ ഇങ്ങനത്തെ സെക്യൂരിറ്റി മെഷർമെൻ്റ് ഒക്കെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയായിരുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞത്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന് മെയിൻ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മൾ അതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു വന്നുകൊണ്ട് ഫംഗ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതേസമയം തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാണ്ടല്ലോ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്, എക്സലൊക്കെ ഇല്ലേ, അത് ശരിക്കും ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒരു പാക്കേജാണ്. അത് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് വിൻഡോസ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. അതുപോലെ വിൻഡോസ് മീഡിയ പ്ലെയർ, MP3 പ്ലെയർ, VLC പ്ലെയർ, ഇതൊക്കെ നമുക്ക് ഒന്നുകിൽ പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ സിനിമ കാണാൻ ഒരു പ്രത്യേക ഫംഗ്ഷന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അതൊക്കെയെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട്, സിസ്റ്റവും ഹ്യൂമനും തമ്മിലുള്ള ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി പറഞ്ഞിരിക്കുന്നത് കമ്പൈലറാണ്. കമ്പൈലർ, അസംബ്ലർ, ഇൻ്റർപ്രറ്റർ. ഇതോടെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ് കേട്ടോ. അപ്പോൾ കമ്പൈലർ, അസംബ്ലർ, ഇൻ്റർപ്രറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ ആദ്യം മെഷീൻ ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ പറഞ്ഞല്ലേ. ആ കേസിൽ ഇപ്പം കമ്പ്യൂട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് 0s 1s മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എഴുതിക്കോട്ടെ, ഇതൊന്നും കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. എന്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? 0s and 1s ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയും. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് ആരൊക്കെ? കമ്പൈലറും, അസംബ്ലറും, ഇൻ്റർപ്രറ്ററും. അപ്പോൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതായത് C++, ജാവ, പൈത്തൺ ഇതിലൊക്കെ എഴുതിയ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ഒരു ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് കമ്പൈലർ. അതായത് ഞാനൊരു പ്രോഗ്രാം എഴുതി, ഒരു എഡിറ്റർ എടുത്തു, ഞാനൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തു എന്നിരിക്കുക, പൈത്തണിലൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ജാവയിലൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ സിയിലൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യാന്ന് വെച്ചാൽ അതിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് കമ്പൈലർ. ഇനി അതുപോലെ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് പറഞ്ഞല്ലോ, ആഡ്, സബ്ബൊക്കെ വെച്ചിട്ട് എഴുതുന്ന അസംബ്ലി ലാംഗ്വേജ്, ന്യൂമോണിക്സ് വെച്ചിട്ട്. അപ്പോൾ ഈ ന്യൂമോണിക്സ് വെച്ചിട്ട് നമ്മൾ എഴുതിയാലും അതിനെ എന്താക്കണം? 0s and 1s ടേമിലേക്ക് ആക്കണം, അതായത് മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് അസംബ്ലർ. അതുപോലെ ഇൻ്റർപ്രറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൈലർ പോലെ തന്നെ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്. അതായത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആണ് ഇൻ്റർപ്രറ്ററും. പക്ഷേ ഇൻ്റർപ്രറ്ററും കമ്പൈലറും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൈലറിൽ ഒരു മെഷീൻ ലെവൽ ഒരു ഓബ്ജക്റ്റ് പ്രോഗ്രാം ആദ്യം. അപ്പോൾ ഇൻ്റർപ്രറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർപ്രറ്റർ ഒരു ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. കമ്പൈലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സിംഗിൾ ലൈൻ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റണം.
പക്ഷേ ഇൻ്റർപ്രറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓരോ ലൈൻ ബൈ ലൈനാണ്. ഒരു ലൈൻ നോക്കും, അതിൻ്റെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യും. അടുത്ത ലൈൻ എടുക്കും, അതിൻ്റെ മെഷീൻ ലെവൽ കോഡ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ കമ്പൈലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ ഹോളാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് കമ്പൈലർ ഇൻ്റർപ്രറ്റർ തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ പറഞ്ഞേക്കുന്ന തിയറി പോയിന്റിൽ വരുന്ന കാര്യങ്ങൾ. ഏകദേശം ഒന്നെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.